ആരാധിക്കുവാൻ അവരെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ഈ ഭാഗ്യം നൽകിയതിനോർത്ത് ഒരിക്കലും പറയാം. നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട്. കർത്താവ് നടത്തിയ വഴി എല്ലാം അനുഗ്രഹമാണ്. കർത്താവ് നമ്മുടെ കൂടെ ജീവനോടെയുണ്ട്. അവൻ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന്റെ സ്നേഹം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം എവിടെയായിരുന്നാലും കർത്താവ് നമ്മളെ പോറ്റും, നമ്മളെ കരുതും, നമ്മളെ ഉയർത്തും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തിപ്പെടുത്തും, നമ്മളെ കരുതും. കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം ബലവാനാണ്, നമ്മുടെ ദൈവം അത്ഭുതവാനാണ്, നമ്മുടെ ദൈവം രക്ഷിതാവാണ്, നമ്മുടെ ദൈവം ഏറ്റവും ഉന്നതമായവനാണ്. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് 14 അതിന്റെ 15 വാക്യം ഇങ്ങനെ പറയുന്നു. കൂടെ പന്തിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇങ്ങനെ ഒരു വ്യക്തി പറയുമ്പോൾ യേശുവോട് പറഞ്ഞ വാക്യമുണ്ട്. ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. ഇങ്ങനെ ഒരു വലിയൊരു അത്താഴം ഒരുക്കിയിട്ട് കുറെ പേര് ക്ഷണിച്ചു. അവിടെ കുറെ പേര് ക്ഷണിച്ചപ്പോൾ അവിടെ കുറെ പേര് വരുന്നത് കരുതി ആ യജമാനൻ നിന്നു. ഹല്ലേലൂയ. പക്ഷേ അത്ഭുതമാകട്ടെ, ആ ടൈമായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല. ഞങ്ങൾ പറഞ്ഞു ഞാനൊരു നിലം മേടിച്ചിട്ടുണ്ട്, ആ നിലത്തിൽ എനിക്ക് കാണുവാൻ പോകണം. വേറൊരു പറഞ്ഞു ഞാനൊരു 5 കാളം മേടിച്ചിട്ടുണ്ട്, ഞാൻ അതിനെ നോക്കുവാൻ പോകണം. വേറൊരു വ്യക്തി പറഞ്ഞു ഞാൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, എനിക്ക് എൻ്റെ ഭാര്യയുമായി സമയം കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളിൽ ദുഃഖം തോന്നി. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് ദേഷ്യം തോന്നി. ആ വ്യക്തി അപ്പോൾ പറഞ്ഞു തെരുവുകളിൽ പോയി നിങ്ങൾ കാണുന്നവരെയെല്ലാം വിളിച്ചു കയറ്റുന്നു. ഹല്ലേലൂയ. വിളിച്ച് കയറ്റുന്നു, വിളിക്കാത്തവരെ വിളിച്ച് കയറ്റുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിളിക്കാത്തവരെ വിളിച്ച് കയറ്റുന്നു. അപ്പോൾ പറഞ്ഞു ഇത്ര പേരെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് അവർക്ക് സ്ഥലം പോരാ. ഹല്ലേലൂയ. ഇനിയും സ്ഥലം ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞത് ഇനിയും റൂമുണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു നീ ഇനി തെരുവുകളിൽ പോയി അവിടെ ആ ബോർഡിൽ നിൽക്കുന്നവരെ വിളിച്ചു കൊണ്ടുവരുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാളയത്തിന് പുറത്ത് കിടക്കുന്നവരെ വിളിച്ചു കൊണ്ടുവരുവേ. ഹല്ലേലൂയ. ഒരു വിരുന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ രാജ്യത്തിനുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ആ ദൈവം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് പുറമേ ഉള്ളവർക്ക് കിട്ടി. ഹല്ലേലൂയ. അത് ദൈവം വിളിച്ചവർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു പുറപ്പറമ്പിൽ കിടക്കുന്നവരെ വിളിക്കുക. ഹല്ലേലൂയ. ഇത് അഭികാത്തവരെ വിളിക്കുക, ഇത് യോഗ്യന്മാരാകത്തവരെ വിളിക്കുക, ബലവാന്മാരല്ലാത്തവരെ വിളിക്കുക, ശക്തിയില്ലാത്തവരെ വിളിക്കുക, ബുദ്ധിയില്ലാത്തവരെ വിളിക്കുക, ആരോഗ്യമില്ലാത്തവരെ വിളിക്കുക, ഒരു കുറവും ഇല്ലാത്തവരല്ല കുറവുള്ളവരെ വിളിക്കുക. കാരണം അവന്റെ നാമം അതിന് കുറവില്ലാത്തതിനെ കുറവുള്ളതാക്കി തീർക്കുന്നതല്ല, കുറവില്ലാത്തതിനെ ഫലമുള്ളതാക്കി തീർക്കും. കുറവില്ലാത്തതിനെ അപ്പോൾ കുറവുള്ളവരെ കുറവില്ലാത്തവരെ പോലെയാക്കി തീർക്കും. കർത്താവിന്റെ നാമം എല്ലാ ബലഹീനതയിൽ വരുമ്പോൾ അത് ഫലമുള്ളതായി തീരും. ശക്തിയില്ലാത്തതിനെ വരുമ്പോൾ അത് ശക്തിയുള്ളവരെ പോലെയാകും. യഹോവയുടെ നാമം അത് അത്ഭുതമായ നാമമാണ്, അത് അതിശയമായ നാമമാണ്, അത് ആശ്ചര്യമായ നാമമാണ്. ആ നാമം നമ്മളെ ബലവാന്മാരാക്കി തീർക്കും. ആ നാമം യോഗ്യമില്ലാത്തവരെ യോഗ്യന്മാരാക്കി തീർക്കും. ആ നാമം ശക്തിയില്ലാത്തവരെ ശക്തന്മാരാക്കി തീർക്കും. കാരണം യേശുവിന്റെ നാമം ഇത്രയും വലിയ അനുഗ്രഹമായ നാമമാണ്. ഹല്ലേലൂയ. ബലമില്ലാത്ത നമ്മളെ കർത്താവ് ബലമുള്ളതാക്കി തീർക്കും. പുറപ്പറമ്പിൽ കിടന്നിരുന്ന നമ്മളെ അബ്രഹാമിന്റെ യേശുവിലേക്ക് വിളിച്ചു കയറ്റി. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കലും അർഹിക്കാത്തതിനെ കർത്താവ് അർഹിക്കുന്നത് പോലെ നമുക്ക് പകർന്നു നൽകി. ഹല്ലേലൂയ. ഒരിക്കലും അർഹിക്കാത്ത കാര്യമാണ് പിതാക്കന്മാരുടെ മേശയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ. അത് ആ പാരമ്പര്യത്തിൽ വംശത്തിൽ ഉള്ളവർക്ക് മാത്രമേ ഇരിക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ കർത്താവ് പറഞ്ഞു നീ അബ്രഹാമിന്റെ സന്തതിയിൽ പോ. വിശ്വാസത്താൽ നീ അബ്രഹാമിന്റെ സന്തതിയിൽ നീ വന്നിരിക്കുന്നു. കാരണം നമ്മൾ വന്നിരിക്കുന്നത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിലൂടെ ആ തിരുസന്നിധിയിൽ നമ്മൾ കൈ ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഒരു തിരുശീല കീറിയിട്ട് പറഞ്ഞു നീ ഇനി തനിസമയത്ത് കൃപ പ്രാപിപ്പാൻ നീ ഇനി ദൈവസന്നിധിയിൽ കടന്നു വരാം. ഹല്ലേലൂയ. 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 ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുവാൻ
കർത്താവ് നമുക്കൊരു തിരശ്ശീല തുറന്നു തന്നു. അത് പുത്രന്റെ ദേഹം എന്ന തിരശ്ശീലയാണ്. ആ കാര്യം ക്രൂശിൽ നമുക്ക് തുറന്നു നൽകിയത് യേശുവിന്റെ ശരീരമാണ്. ആ ശരീരത്തിലൂടെ നമ്മൾ ബലഹീനരായ നാം കടക്കുമ്പോൾ നമ്മൾ ബലവാന്മാരായി തീരും. ഇത് പ്രശംസിക്കുവാൻ നമ്മളെ ഒന്നുമല്ല, ഇത് പുത്രന്റെ ബലമാണ്, ഇത് പുത്രന്റെ സ്നേഹമാണ്, ഇത് പുത്രന്റെ ശക്തിയാണ്, ഇത് പുത്രന്റെ സ്നേഹമാണ്. കാരണം യേശു ക്രിസ്തുവിൽ നമ്മൾ എല്ലാം ഉള്ളവരെ പോലെ കർത്താവ് നമ്മളെ ആക്കി തീർക്കുന്നു. അതുകൊണ്ട് പ്രശംസിക്കുവാൻ നമുക്ക് ഒന്നുമില്ല. ഇത് എല്ലാം കൃപയാണ്. ഒന്ന് പറഞ്ഞാട്ടെ, ഇത് എല്ലാം കൃപയാണ്, ഇത് എല്ലാം കൃപയാണ്, ഇത് എല്ലാം കൃപയാണ്. ഹല്ലേലൂയ. കൊലോസ്യർ 1:27 പറയുന്നു, Christ in you the hope of glory. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. വേറൊരു വാക്യം ഇങ്ങനെ പറയുന്നു, എഫേസ്യർ 3:17 പറയുന്നു, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ആ ദൈവത്തിന്റെ ആ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വസിക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാട്ടെ, ഹൃദയങ്ങളിലാണ്. അവൻ വസിക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. ആ യേശു വസിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങൾ. ഹൃദയം എന്ന് പറയുന്ന ഒരു വാതിലാണ് കർത്താവ് വസിക്കുന്നത്. ആ വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും, കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരും. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അതെല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. അതുപോലെ നമുക്ക് ഒരിക്കലും പാടാമോ കർത്താവിനെ ആ ഹൃദയത്തെ കുറിച്ച്? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ കർത്താവിന്റെ ഹൃദയം നമ്മുടെ ഉള്ളിൽ വരും. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. Niraveh
സമർപ്പിക്കുന്നപ്പ കാരണം അങ്ങയുടെ സാന്നിധ്യം മഹത്വമുള്ളതാണപ്പ അങ്ങയുടെ സാന്നിധ്യം വിശുദ്ധമുള്ളതാണപ്പ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നപ്പ ഈ പകൽക്കാലം ഞങ്ങൾ എല്ലാവരും ഏൽപ്പിക്കുന്നപ്പ ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിനെ ഞങ്ങളുടെ ശരീരങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നപ്പ എല്ലാ വ്യാകുലതകളെ ഏൽപ്പിക്കുന്നപ്പ എല്ലാ നെടുവീർപ്പങ്ങളെ ഏൽപ്പിക്കുന്നപ്പ എല്ലാ നിരാശകളെ ഏൽപ്പിക്കുന്നപ്പ ഈ സാന്നിധ്യം ഞങ്ങളെ മുഴുവൻ പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങളുടെ സാന്നിധ്യം
ഞങ്ങളുടെ കൂടെ ഉള്ളതിനാണ് നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. അത് ദൈവത്തിന്റെ ദാനമത്രേ. അത് ദൈവത്തിന്റെ ഗിഫ്റ്റ് അത്രേ. അതിന്റെ പേരാണ് കൃപ. അതിന്റെ പേരാണ് കൃപ. ഒരിക്കലും പറയാതെ അതിന്റെ പേരാണ്. അത് പ്രശംസിക്കുവാൻ മനുഷ്യനൊന്നുമില്ല. അത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ മേലെ ഇന്ന് പകൽക്കാലം സൂര്യൻ നൽകിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവം മറന്ന് നമ്മുടെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ, എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ, എല്ലാം ഈ ഡോറിന് വെളിയിലിടുക. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളായിരിക്കുമ്പോൾ കർത്താവിനെ മാത്രം ആരാധിച്ച്, കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്തു നിങ്ങൾ ആരാധിക്കുക. അത്ഭുതം ഈസ് കമ്മിങ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതം വരുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? അത്ഭുതം വരും, അതിശയം വരും. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു ഊമ വിഗ്രഹമല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇല്ലാതിരിക്കുന്നവരല്ല, സംസാരിക്കുന്നവരാണ്. അവൻ പ്രവർത്തിക്കുന്നവനാണ്, അവൻ കാണുന്നവനാണ്, അവൻ നമ്മളെ സ്പർശിക്കുന്നവനാണ്, നമ്മളെ സഹായിക്കുന്നവനാണ്. ഏതൊക്കെ മേഖല വന്നാലും നമ്മളെ താങ്ങുന്നവനാണ്. നമ്മുടെ ഫീലിംഗ്സിനെ അവൻ ബഹുമാനിക്കുന്നവനാണ്. നമ്മൾ കരഞ്ഞാൽ അവൻ നമ്മുടെ അടുത്ത് ഓടി വരും. സന്തോഷ നിമിഷങ്ങളിൽ നമ്മോട് കൂടെ ഉല്ലസിക്കുന്നവനാണ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലമായി ആര് നമ്മുടെ മുൻപിൽ നിൽക്കും? കാരണം സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിൽ ഇറങ്ങി വന്നാൽ ശത്രുക്കളെല്ലാം 7 വഴി ഓടിപ്പോകും. കാരണം യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രുക്കൾ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. വിജയം നമ്മോട് കൂടെ വരും. കാരണം അവൻ നമ്മുടെ വിജയത്തിന്റെ കാഹളമാകുന്നു. അവൻ നമ്മുടെ വിജയത്തിന്റെ കാഹളമാകുന്നു. അവൻ നമ്മുടെ വിജയത്തിന്റെ കൊമ്പാകുന്നു. കാരണം നമ്മുടെ കർത്താവായ യേശു അവൻ അറക്കപ്പെട്ട കുഞ്ഞാണത്രേ. അവൻ ജയത്തിന്റെ കുഞ്ഞാണത്രേ. അവൻ ജയത്തിന്റെ വിളിയത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇനി ജയം അവിടെ നിൽക്കത്തില്ല, ജയം നമ്മോട് കൂടെ വരും. ഇസ്രായേൽ ജനം അവർ യുദ്ധത്തിന് പോകുമ്പോൾ, അവർ യുദ്ധം തോൽക്കുന്നു എന്ന് കാണുമ്പോൾ അവർ അവരുടെ കയ്യിലിരിക്കുന്ന കാഹളമെടുത്ത് ഊതും. എന്ന് പറഞ്ഞാട്ടെ, കാഹളമെടുത്ത് ഊതും. കാഹളം ഊതിയാലുണ്ടല്ലോ ഇന്നേവരെ ജയിച്ചിരിക്കുന്ന ശത്രുവിന്റെ ജയം അവിടെ കൊണ്ട് നിന്നിട്ട് പറയും, ആ ജയം ഇസ്രായേൽ മക്കളുടെ കൂടെ വരും. ഇതിനർത്ഥം എന്തുവെന്ന് വെച്ചാൽ, കാഹളമാകുന്ന നിന്റെ ആർപ്പതി ഇന്ന് ഉയർത്താൻ, കാഹളമാകുന്ന ആർപ്പതി ഇന്ന് ഉയർത്തിയാൽ, കാഹളമാകുന്ന നിന്റെ സ്തുതികൾ ഇന്ന് ഉയർത്തിയാൽ, കാഹളമാകുന്ന നിന്റെ ആർപ്പകൾ ഇന്ന് ഉയർത്തിയാൽ, ജയം ഇനി അപ്പുറത്ത് നിൽക്കത്തില്ല, ജയം ഇനി അതർ സൈഡിൽ നിൽക്കത്തില്ല. ജയം നിന്നോട് കൂടെ വരും. കാരണം ഈ ഭൂമിയെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ജയിച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ട്. ഈ ലോകത്തിൽ ജയിച്ചവൻ സഭയോട് കൂടെയുണ്ട്. അതുകൊണ്ട് തോൽവിയില്ല, ജയം മാത്രമേയുള്ളൂ. തോൽവിയില്ല, ജയം മാത്രമേയുള്ളൂ. കാരണം യഹോവ നമ്മുടെ നിസ്തിയാകുന്നു. യഹോവ നമ്മുടെ ജയക്കൊടിയാകുന്നു. യഹോവ നമ്മുടെ തോൽവിയുടെ കൊടിയല്ല, അവൻ നമ്മുടെ ജയത്തിന്റെ കൊടിയത്രേ. ഈ കൊടി നമ്മുടെ മേൽ ഉയർന്നാലുണ്ടല്ലോ, ഇനി നമ്മൾക്ക് ഇനി തോൽവിയില്ല, ഇനി ജയം മാത്രമേയുള്ളൂ. ഏതൊക്കെ മേഖല നിങ്ങൾ തോറ്റെന്ന് പറഞ്ഞാലും യഹോവ നിസ്തിയാകുന്നു. യഹോവ നിസ്തി എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ജയക്കൊടിയാകുന്നു. ഈ ജയക്കൊടി, ഈ ആശംസം നമ്മുടെ മേൽ ഉയർന്നാൽ നമ്മൾ എവിടെ പോയി നിന്നാലും അവിടെ ഒരു ജയമുണ്ടാകും. ഇനി തോൽവി നമ്മുടെ കൂടെയില്ല. നസറേയനാകുന്ന യേശു നമ്മുടെ ജയക്കൊടിയാകുന്നു. ആ കൊടി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ആർപ്പുണ്ടാകും. കാരണം ജയം എവിടെയുണ്ടോ അവിടെ സ്തുതി ഉണ്ടാകും, ആർപ്പുണ്ടാകും, നൃത്തമുണ്ടാകും, സന്തോഷമുണ്ടാകും. അവിടെ വലിയ ഒരു പാർട്ടി ഉണ്ടാകും. അവിടെ വലിയ ഒരു മേശയുണ്ടാകും. ആ മേശയിൽ പങ്കാളിയായി തീർന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലേ. ഇത് പിതാക്കന്മാർ ഇരിക്കുന്ന മേശയാണ്. ഇത് പിതാക്കന്മാർ ഇരിക്കുന്ന മേശയാണ്. ഇത് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും അവന്റെ സന്തതിയും ഇരിക്കുന്ന മേശയാണ്. ആ മേശയിൽ പുറപ്പെടലിൽ കടന്നിരുന്ന നമ്മളെ അവൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു,
നമ്മളിൽ കിടക്കുന്നത് ക്രിസ്തുവിന്റെ ജയമാണ്. ആ ജയം നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. ആ ജയം നമ്മളെ അന്ത്യത്തോളം തല ഉയർത്തി നമ്മളെ നിർത്തുന്ന ഒരു ജയമാണ്. ഇതിന്റെ പേരാണ് കൃപ.